സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഈ വീഡിയോ ആക്ച്വലി ഇപ്പോഴൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ല, പക്ഷേ കോളേജിലെ തിരക്കെല്ലാം കാരണം ഞാൻ അങ്ങോട്ട് ബിസി ആയിപ്പോയതാണ്. ബട്ട് ഡോണ്ട് വറി, ഈ വീഡിയോ ഞാൻ അവസാനം അപ്ലോഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. സോ ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ ആസ് യൂഷ്വൽ നമ്മുടെ അഷ്കർ ബ്രോ ഉണ്ട്. ലാസ്റ്റ് GTR കണ്ടതിന് ശേഷം ഞങ്ങളങ്ങനെ കാർ കാണാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും പോയിരുന്നില്ല. പക്ഷേ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് മുമ്പ്, ഡേറ്റ് ഓർമ്മയില്ല, പക്ഷെ കുറച്ച് മുമ്പ് ഓട്ടോ ഷോ നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഓട്ടോ ഷോക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ ഗൈസ്, അതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗോ. കേച്ചേരി ലാസ്റ്റ് ബസ്, കോളേജിലെ ലാസ്റ്റ് ബസ് അല്ലേ? എന്താ ഡിപ്രഷൻ ആര് കൂടാണ്. ഇനിയിപ്പോൾ നമ്മൾ കോളേജിൽ എത്തിയിട്ടുള്ള ബാക്കി കാണിച്ചു തരാം. മോന്തൊക്കെ ആകതായി കാറ്റ് കൊണ്ടിട്ട്. ബട്ട് ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇൻ ദെയർ. അങ്ങനെ ഞങ്ങൾ ഫൈനലി നടന്ന് ഐ മീൻ ബസ്സിൽ വന്നിട്ട് വിദ്യയുടെ സ്റ്റാർട്ടിങ്ങിലെത്തി, ഐ മീൻ എൻട്രൻസിലെത്തി. സോ ഇനിയിപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നാൽ നമ്മുടെ ആ ഒരു കോളേജിൻ്റെ ഫ്രണ്ടിലെത്തും എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ റിയാലിറ്റി ഹിറ്റ്സ് ഡിഫറെൻറ്റ്. കുറച്ചും കൂടി അധികം ഉണ്ടായിരുന്നു. ഐ വിൽ ഷോ ദാറ്റ്. സോ നമ്മളങ്ങനെ ഫൈനലി ഓട്ടോ ഷോൻ്റെ അവിടെ എത്തി. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന വിദ്യ എഞ്ചിനീയറിംഗ് കോളേജായി. ഈ ഒരു ഭാഗത്ത് ഞാൻ വോയിസിനെ ഉദ്ദേശിച്ചാൽ വെറുതെ ഒരു കല്ലടി വളവളാ പറഞ്ഞുകൊടുക്കുകയാണ് ഇവിടെ. പക്ഷേ അതിൻ്റെ ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതാണിപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെ ചെയ്ത്. അപ്പോൾ എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡയറക്റ്റ് ഓട്ടോ ഷോൻ്റെ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ കോളേജിൻ്റെ അവിടെ എത്തി, ഐ മീൻ ഓട്ടോ ഷോൻ്റെ അവിടെ എത്തി. പക്ഷേ കയറി ചെന്ന അവിടെ തന്നെ ഞങ്ങൾ കാണുന്നത് വെച്ചാൽ, ഐ മീൻ ഞങ്ങളവിടെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്തായാലും ഐ വിൽ ഷോ ദാറ്റ്. അപ്പോൾ അതായിരുന്നു ഗൈസ് സംഭവം. കയറി ചെന്ന അവിടെ തന്നെ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈഗിൾ ഗെയിമിങ്ങിനും സായി പോപ്പിനും കാണാൻ പറ്റുന്നത്. ആക്ച്വലി അവർ വണ്ടിയിലിരിക്കുന്നേ കണ്ടുള്ളൂ, പിന്നെ പേഴ്സണലായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഐ മീൻ നല്ലപോലെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ എന്തായാലും കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മളെവിടെ തിറക്കുമോ? ഈഗിളിനെ കണ്ടു, വേറെ വന്ന അവിടെ തന്നെ നമ്മൾ ഈഗിളിനോ അത് ഈഗിളിനും സായി പോപ്പിനും ഉണ്ട്. പക്ഷേ വീഡിയോയിൽ കറച്ച് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ എയർ ഷോയുടെ വണ്ടിയൊക്കെ നോക്കിയിരിക്കുക. കാരണം ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കോളേജിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂട്ടുകാരനൊക്കെ വിളിച്ചിട്ടാണ് മനസ്സിലായത് ടിക്കറ്റ് അവർ സെറ്റാക്കിയിട്ടുണ്ട്, ഇനി നമ്മളൊന്ന് അങ്ങോട്ട് ചെന്നാൽ മതി. പക്ഷേ സ്ഥലം എവിടെയെന്ന് ആദ്യം അറിയില്ല. അപ്പോൾ നമ്മൾ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മളെ കയ്യിലുള്ള ടിക്കറ്റും കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ടിക്കറ്റ് അല്ല അവിടേക്ക് കയറേണ്ടത്. അതെന്തായാലും വഴി വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകണമെന്ന്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മളുണ്ടല്ലോ വരുന്നായിക്ക് നമ്മളെ കൂടെ ഒരുത്തരം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പേര് പറയടാ. എല്ലാവരും. അപ്പോൾ നമ്മൾ മൂന്നാൾക്കാരും കൂടിയിട്ട് ആണ് ഇന്നത്തെ ഷോക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നടന്നുകൊടുക്കുക. ഇനി കണ്ടറിയാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ആക്ച്വലി ഇൻ ദെയർ. ഗൈസ് ഇമാനുവലും അക്കും ഞാനും ഞങ്ങൾ മൂന്നാൾക്കാരും കൂടി ഇതാ ഓട്ടോ ഷോൻ്റെ എൻട്രൻസിൽ കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കൂടെ അത്യാവശ്യം കറങ്ങി വരേണ്ടി വന്നു. അങ്ങനെ അവസാനം എത്തിച്ചേർന്നു ഇവിടെ. അതാണ് ഗൈസ് ഷോൻ്റെ ഇനി. പക്ഷേ ഞങ്ങൾക്ക് ആ ഷോൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടിക്കറ്റ് അവിടേക്കുള്ളതല്ല, അഗ്നിചക്രയ്ക്കുള്ള ടിക്കറ്റ് വേറെ ആയിരുന്നു. സോ പിന്നെ അവിടെ ഉണ്ടായിരുന്ന തിരക്ക് കാരണം ടിക്കറ്റും കിട്ടിയിട്ടില്ല. സോ ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. വണ്ടികൾ കയറി വരുന്നതിനോട് ടർബോ സ്പൂളിങ് കേട്ടോ. അപ്പോൾ
എന്തായാലും അകത്തേ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന നേരത്താണ് ഇത് ഇവൻ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അലൻ ബ്രോ വന്നത്. ഇവൻക്ക് ഇവിടെ കുറച്ച് ഈ കോളേജിൽ കുറച്ച് പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് ഇവൻ പറഞ്ഞു നിന്നെ ഞാൻ കയറ്റി തരാമെന്ന്. എന്തായാലും ഇവൻ്റെ കൂടെ വന്നതല്ലേ, എന്നാൽ അപ്പോൾ ഒന്ന് പോയി നോക്കിയേക്കാന്ന് വിചാരിച്ച് ഞാനും അങ്ങോട്ട് പോയി. ഓട്ടോഷൊക്കെ വന്നു. ഓട്ടോഷൻ്റെ മുമ്പിലേക്ക് പക്ഷെ കയറാൻ ഒരു വഴിയില്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ കയറൽ പോലും നടക്കണ സ്ഥലം. പക്ഷേ അലൻ ബ്രോ അവൻ വാക്ക് പാലിച്ചു. അവൻ ഞങ്ങളോട് ടിക്കറ്റ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് സെറ്റാക്കി തന്നു. പക്ഷേ തിരക്ക് ഇപ്പോഴും വേറെ ലെവലായിരുന്നു. പക്ഷെ അവൻ വീണ്ടും പറഞ്ഞു നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടേ ഇനി പോകുന്നുള്ളൂ. നവീനോ അലൻ ബ്രോ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫൈനലി കയറി ഗൈസ്. ഞങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ തന്നെ എഗ്ഗരമായിട്ടുള്ളിൽ കയറി. പക്ഷെ കയറിയപ്പോൾ മോനെ വീണ്ടും ഞങ്ങൾ കിട്ടി. അവിടെ അതിനും വലിയ തിരക്കായിരുന്നു. സോ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അങ്ങനെ കാണാൻ പോലും പറ്റാത്ത ലെവലായിരുന്നു. പക്ഷേ സ്റ്റിൽ ഞങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്നത്ര വണ്ടികൾ കണ്ടു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നല്ല കേട്ടോ അടിപൊളി. ആക്ച്വലി പുറത്ത് വെച്ച് നടന്നതായിരുന്നു ആക്ച്വലി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ ഇതാണിപ്പോൾ ആ ഷോൻ്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥ. ലൈക്ക് ആ ഒരു ഷോൻ്റെ ആ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഇതാണ്. ഇതിലത്തെ കുറച്ച് ഹൈലൈറ്റുകൾ മാത്രം കാണിച്ചിട്ട് പുറത്ത് നടന്ന ഷോട്ട്സുകൾ ഞാൻ കാണിച്ചു തരാം. അതായിരുന്നു ഏറ്റവും അടിപൊളി. ടീം കെടുക്കുന്ന ലെവലൊക്കെ തോന്നുന്നുണ്ട്. സ്ഥലം പച്ചമുളക് സോ ഞങ്ങളപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ആ വണ്ടികൾ നോക്കിയിരിക്കലായിരുന്നു. ഞാനും അലൻ ബ്രോയും ആഷ്കർ ബ്രോ എല്ലാവരും കൂടി വണ്ടികൾ നോക്കിയിരിക്കലായിരുന്നു. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മറ്റേ ശിവൻ്റെ ഏറ്റവും പുതിയ പജേറാണ്. അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ക്രിമിനലിൻ്റെ പഴയ ലുക്ക്, ക്രിമിനൽ BMW പഴയ ലുക്കാണത്. ഇപ്പോൾ ആ മറ്റേ നൈക്കിൻ്റെ ലിവറൊക്കെ അടിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതിൻ്റെ തൊട്ട് സൈഡിൽ ചെയ്താൽ നമ്മളെ ഫ്ലൈങ് സ്ക്വയറിൻ്റെ BM ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ലെവൽ ലുക്ക് വണ്ടികൾ തന്നെയാണ്. അവിടെ ഇപ്പോൾ ക്രൗഡ് ആയതുകൊണ്ടാണ് നമുക്കതിനെ ഒറ്റയടിക്കും നല്ലപോലെ കാണാൻ പോലും പറ്റാത്തത്. ശരിക്കും നല്ല ക്രൗഡായിരുന്നു അവിടെ. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും ആയിരുന്നില്ല, നല്ല ക്രൗഡായിരുന്നു അവിടെ. എൻ്റെ ഡ്രീം ഏതാ സാധനമല്ലല്ലോ. എല്ലാവരും മഞ്ഞല്ലേ? അല്ല, അവിടെ ബാങ്കർ ഓട്ടിക്കണ തിരക്കൊക്കെ. ഷെൽബി അതെ, അതെ മുട്ടിച്ച് നിൽക്കാണ്ട വണ്ടിയുടെ ലുക്ക് നോക്കലേ. ഏത് ഇതിന്റെ ഇൻടേക്ക് കൂട്ടാളെ കവർ ഊരിട്ടില്ലടാ രണ്ടിന്റെ. ഇത് രണ്ട് വണ്ടി വണ്ടി ഏത് വണ്ടി കാർബണിന്റെ ഫുഡ് അല്ല ബ്ലാക്ക്. ഓ മാഡ് മാക്സ്. എന്താണ് മാഡ് മാക്സ് മാരക വണ്ടി ഫോറല്ലേ അല്ല ഇല്ല ഇത് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ബാക്കിലാണ് ഗോൾഡല്ലേ പവർ സാധനം പോളിരിക്കുന്ന സൈഡില്. അതെ ഗെയിം 70 ട്യൂണ്ട് വണ്ടി അവിടെ അക്കോട് അപ്പുറത്തേക്കുന്നത്. ഇവോ കൺവേർട്ടടാ എക്കോഡാണ് മോനെ സാധനം. എക്കോഡ് ഇരിക്കുന്ന ലെവലൊക്കെ താന്നിട്ട് നിലത്ത് ഇരിക്കുന്നല്ലേ. പിന്നെ ക്രൗഡ് ഹെവി ആട്ടോ.
വണ്ടി നോക്കില് അങ്ങനെ മറ്റേ ഷിഫ്റ്റ് അവിടെ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ എല്ലാ ആൾക്കാരും പിന്നെ അങ്ങോട്ട് പോയി തുടങ്ങി. അതാണ് പിന്നെ നമ്മൾ പിന്നെ ബാക്കിയുള്ള വണ്ടികൾ കാണാൻ കിട്ടിയൊരു ചാൻസ് ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ നോക്കി. ഈ BM സത്യം പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ പോയപ്പോഴാട്ടോ ഈ വണ്ടിയുടെ ഭംഗിയുണ്ടോ മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ലെവൽ നോക്കിട്ടോ വണ്ടി താന്നെടുക്കുന്ന ലെവലേ നോക്കുക. ശരിക്കും നല്ല വൃത്തിക്കാൻ താന്നെടുക്കുന്നത്. എന്താ പറയുക, നമുക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ. പക്ഷെ ഇതിന് ലുക്ക് ഉണ്ടോ നമ്മളെ മാഡ് മാക്സ് ഞാൻ കാണിച്ചു തരാം. മാഡ് മാക്സിനെ വൃത്തി കാണാൻ കിട്ടിയ ഒരു ചാൻസ് ഉണ്ടോ. ഏതാ വണ്ടി ക്യാൻസറും എക്കോടും പീക്ക് മടച്ചത് സോ ആ ഒരു ബാങ്ങറും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ മൈൻഡൊക്കെ ആകെ പോയി. ഐ മീൻ ഷോയിലാകെ ഇത്രയേ ഉള്ളൂ, അധികം ഓവറായിട്ട് കാണാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങാനോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി വണ്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി പുറത്ത് വെച്ചിട്ടാണ് ശരിക്കും വേറെ ലെവൽ. ഇനി അതാണ് കൈസിങ് കാണിച്ചു തരാൻ പോകുന്നത്. പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ഏവറേജ് ആണ്. ഇനിയിപ്പോ നമ്മൾ വണ്ടികളൊക്കെ ഇറങ്ങി പോകണം നോക്കാം അല്ലേ. അപ്പോൾ കൈസ് ഇനി അതാണ് നോക്കാൻ പോകുന്നത്. വണ്ടികളൊക്കെ ഇറങ്ങിപ്പോ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തിന് പെട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കണം അവിടെ വണ്ടികൾ. നമ്മൾ
ഓക്കെ ഓക്കെ ഓക്കെ. ശരി ഷാമിന്റെ ഒരു സിറ്റി കൊണ്ടിട്ട് സാമുറായി സാമുറായി സാമുറായിടാ. പൊട്ടിക്കാൻ പോട്ടാ ഗൺഷോട്ടാണ്. അമ്മേ സാമുറായി സാമുറായി. ഓക്കെ 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 ഓക്കെ. ഇതിനുള്ളിൽ വേറെ ലഞ്ചിന് ഇവരെന്താ കേട്ടിട്ടേ ക്രോക്കഡൈൽ ക്രോക്കഡൈൽ ക്രോക്കഡൈൽ. മറ്റേ വണ്ടികളാ ശരി. പൊളിയടാ.
അലൻ ബ്രോ, ഹൗ ഈസ് ഇറ്റ്? ഒരേ പൊളി. ക്രൊക്കഡൈൽ സീൻ. ഉയ്യോ, പുള്ളി തീലേ എന്താണൊക്കെ? അതേതാണ് ന്യൂസാണ്. അല്ല, ഹൗ ഈസ് ദ ബാങ്ങർ? ഒറ്റ അതിലേതുണ്ട് ബിങ്കോ, ഗൺഷോട്ട് ബിങ്കോ ആണോ അതോ ബാങ്ങറുകളാണോ? ഏതാ എൻ്റെ അഭിപ്രായത്തിൽ ഏതാ അടിപൊളി? ഓ പുളി ബാങ്ങർ മഞ്ഞ സാമുറയുടെ ബാങ്ങറും അമ്മീ അക്കോ പറടാ. എന്തുണ്ട് എന്തൊക്കെയാണ് കൊച്ചുകൾ സംഭവിക്കുന്നത്? ഓ മറ്റേ മഞ്ഞ ബാങ്ങർ ഞാനുണ്ടല്ലോ മറ്റാൾക്കില്ലേ ഫാറ്റ് ബോബിന് കൈയെടുത്താ. ഞാൻ ഫാറ്റ് ബോബിന് കൈയെടുത്ത് ബാക്കി വണ്ടി കൈ മിക്കവാറും വരും. അമ്മേ അല്ല അവര് ഇവിടെ വരാം. ഈ ഒരു ലൈന വരാം. ഇത്ര ലോട്ടർ വേറെ കണ്ടല്ലേ? ഹൗ ഈസ് ദ എക്സ്പീരിയൻസ്? ഇപ്പൊ വന്ന് നിർത്തായി. ഇത്ര നേരം ആഗ്രഹിച്ചു ഇപ്പൊ തെറ്റ് ചെയ്യുന്നത്. ബാങ്ങറിൽ ഒരേ മൂഡ്. മഞ്ഞ ബാങ്കറിനെ നടത്തിയത് പിന്നെ പിങ്കോന്റെ ഇടയിലും പോയി. അയ്യോ നോക്ക് സാമറായി ബാങ്കർ ഇത് ബാക്കി രണ്ടിനൊപ്പോ വീഡിയോ അതൊന്നും പറയാല്ലേ ഇതിനെ കുറിച്ച്? സംഭവം അല്ല പറടാ, എനിക്കെന്തെങ്കിലും പറയാണ്ടോ? രക്ഷയില്ല, സെറ്റ് പരിപാടി. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യണ്ടേ? ഡെഡ്പൂള് ഇത് കണ്ണോന്തർ നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇതൊന്നും വന്നതായിട്ട്. ഇലക്ട്രിക്കേറെ പരിപാടി ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കുകൾ ഇറങ്ങി വരണോക്കാ അവിടെ അവർ ശരിക്കും വരണോക്കാ റെഡ് അല്ലടാ. പോളോ ഇലക്ട്രിക് ആണ് വേണ്ടത്. ഇവരെന്താ ഉദ്ദേശിക്കണം? നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ പെട്രോളും ഡീസലൊക്കെ ഓടിക്കുമ്പോഴും അതിന്റെ പൊട്ടനേക്കുമ്പോഴും ഈ സാധനം വേണമെങ്കിൽ പി സൗണ്ട് ഉണ്ടാക്കാം. പക്ഷേ ഈ വണ്ടി കംഫർട്ട് ഒക്കെ അടിപൊളി. അവരതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ആൻഡ് കംഫോർട്ട് ഒരേപോലെ കോൺസെപ്റ്റാണ്. തവള ഇതായിരിക്കും. ഓക്കെ പോളോക്ക മേലെ ഐഫോൺ ഐഫോറിനൊരു പിക്ക് ഐഫോറിന് പോളോ എടുത്തില്ലേ? ബൈക്ക് അയച്ചേരണട്ടാ. പോളോ താന്നിട്ട് നിൽക്കണോക്കാ രക്ഷട്ടാ. ഈയുടെ EV6 നിൽക്കണോക്കാ. i4 ടു ബി ഓണസ്റ്റ് i4 ആദ്യമായിട്ടാണ് കാണണേ. പക്ഷേ ഈ i4 സാധാരണ കേട്ടോ നോക്കാം. അടിപൊളിയില്ലേ? ബൈക്കാരും പോട്ടെ അങ്ങനത്തെ ലൈറ്റ് നല്ല മെക്കിന്റെ പൊളിക്കാൻ പറഞ്ഞത് പോളോ. അതെ പിന്നെ ഇത് പോളോ പൊളിക്കും, അക്കോട് പൊളിക്കും, അതുപോലെ ഷിഫ്റ്റ് വിളിക്കും. ഈ നാലിനൊക്കെ കത്തും. B6 നല്ല ഇഷ്ടമുള്ള കളറാണ് B6ൻ്റെ. എഡിഷൻ ഇഷ്ടം. അത് കിട്ടണ്ടേ? 1.2 സെക്കൻഡിനുള്ളിൽ 999 പോയിട്ട് പോയല്ലേ? സൗണ്ടോ അതെന്താ ക്രോസ് ബ്രീഡാണോ? B6 സൗണ്ടോ എന്താടാ കണ്ടതിപ്പോ? പരിപാടി കഴിയാനായിക്കണ്. പക്ഷെ എവിടുന്നൊക്കെ ഇവന്മാരൊക്കെ കേറി വരുന്നെന്ന് മനസ്സിലാവാത്ത. എന്ത്? ഓ അത് അൾട്ടോട്ടാ വരുന്നേ. വീഡിയോ റാലിയുടെ ന്യൂസില്ല എവിടെയോ അടിപൊളിട്ടാ. റാലിയുടെ വശം ഇവിടെ തന്നെ നിന്നാല എടാ. അയ്യോ അമ്മേ മസ്താങ്
നല്ല വണ്ടി കേട്ടോ. ക്യാമറ തൊപ്പിലാന്നായിരുന്നു. നല്ല മഴയത്ത് കഷ്ടപ്പെടുന്ന നോക്കാം. എവിടെയാ?
ഷോ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അവിടെ ഉള്ളിൽ അവിടെ ഉള്ളിൽ വേറെ അവിടെ പുറത്ത് ഇവിടെ ഭയങ്കര ഭയം. അവിടെ ബാബ്സിന്റെ സാധനം കാണുന്ന നേരത്തെ ഫോട്ടോസ് എടുത്ത ഫോട്ടോസ് ലാഗായിട്ട് തോന്നൂലേ? എന്ത് പടക്കമുട്ടല്ലേ അമ്മേ. അതേതാ വണ്ടി? മസ്റ്റാങ് ബ്രോ, GT. മസ്റ്റാങ് കണ്ടിട്ട് എന്തരാവും മൈൻഡ് ചെയ്യാത്ത പോലെ. വണ്ടി പോലെ ഇപ്പൊ തോന്നുന്നു.
ടൈം എത്രയായി? എത്രയായി? ഓ 3:49. മസ്താങ് നിൽക്കുന്നൊക്കെ അവിടെ അപ്പുറത്ത് മാഡ് മാക്സ് നിൽക്കുന്നുണ്ട്. ബോക്സ് അമ്മേ അടിപൊളി അടിപൊളി അടിപൊളി. അതിൻ്റെ ഇടയിൽ കൂടെ സുബോയ്സ് പോയുണ്ട് ജി. ആരും കണ്ടില്ലേ? ഏത് വഴിക്കൂടെയാണോ ഇറങ്ങിപ്പോയത്? സുബോയ്സ് സമയം 3:50. പ്രാഡയോ? അത് ഇത് പ്രാഡോ? ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ് സമയം ഏകദേശം 3:50 ഷോ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബാബ്സും അവരൊക്കെ അത് ഇറങ്ങുന്നു. ശിവ ഇറങ്ങിപ്പോകുന്ന വീഡിയോ ഒക്കെ കുഴപ്പമില്ലാണ്ട് കിട്ടി. ബാബ്സ് ഇത് ഇറങ്ങുന്നുള്ളൂ. പറ്റുമെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. മസ്താങ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മസ്താങ് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. അത് എനിക്ക് തോന്നുന്നു പൊട്ടിക്കുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. ആക്ച്വലി അത് ഫ്ലെയിമൊക്കെ ചെയ്യും. പക്ഷെ അത് അവിടെ വെച്ച് റെവ് ചെയ്തു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പുകയൊക്കെ കണ്ടു. വണ്ടി അവിടെ അങ്ങനെ നിർത്തി നിൽക്കുന്നതും എല്ലാം കണ്ടു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ പയ്യനിത് എടുത്ത എല്ലാ വീഡിയോസും അവ ഇൻസ്റ്റയിൽ നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അലൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അലൻ്റെ കസിന് എല്ലാവരും, പിന്നെ ഒരു ചെക്കൻ കൂടി ഇമാനുവൽ, അവനും കാണാനില്ല. അവനൊക്കെ എവിടെ പോയാണോ? ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളും ഇറങ്ങാണ്. ബാബ്സ് ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങാം അല്ലേ? പോവല്ലേ? നമുക്ക് ഇനിയിപ്പോൾ എന്ത് അടിയുണ്ട്. മസ്താങ് എടുക്കാം. മതിലാടാ എടുക്ക്. അങ്ങനെ ഗൈസ് അതും കഴിഞ്ഞു, ബാബ്സും കഴിഞ്ഞു. അക്കുതാ മതിലിൻ്റെ മണ്ടയിൽ. ഞാനും മതിലിൻ്റെ മണ്ടയിൽ. വാ, അവിടെ നമ്മളെ അടുത്ത വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പൈൻസ്ക്വയറിൽ ഇതാ ഗൈസ് പോകുന്നു. നമ്മൾ ഓട്ടോഷോക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോഴാണ് ആരും നമ്മൾ ഫുഡ് കഴിച്ച് കിടക്കുമോ? ഇല്ല. അപ്പോൾ മിൽക്കൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും ഗൈസ് പരിപാടി എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളെ വീഡിയോസ് ഇതുപോലെ ഇടയ്ക്കൊക്കെ വെക്കത്തുള്ളൂ. വലിയ ഉറപ്പൊന്നുമില്ല. വല്ല കാറുമായി ബന്ധപ്പെട്ട വല്ലതും കിട്ടിയാൽ കിട്ടി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.